ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ ബൈ മാളവിക. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ നോക്കാം. നിങ്ങൾക്കത് ടൈറ്റിൽ കണ്ടപ്പോൾ അല്ലെങ്കിൽ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫേസിലത്തെ ഫാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ജോ ലൈൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഫേസ് കെയർ ചെയ്യണ എല്ലാ ഗേൾസിനും പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫേസും എൻ്റെ ബോഡിയൊക്കെ നല്ല രീതിയിൽ കെയർ ചെയ്യുന്നൊരു പെൺകുട്ടിയാണ്. പ്രത്യേകിച്ച് ഫേസ് ഇട്ടാ ജസ്റ്റ് ഒന്ന് ബബ്ലൂസിൻ്റെതൊക്കെ പോലും കൊള്ളാൻ ഞാൻ സമ്മതിക്കില്ല. ഫേസിൽ ആരും അടിക്കാൻ വരെ ഞാൻ സമ്മതിക്കില്ലയാണ് സത്യം പറയുകയാണെങ്കിൽ. മാക്സിമം കൊണ്ട് ചേമൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഫേസിലേക്ക് നല്ല രീതിക്ക് ചെയ്യുന്നൊരു കുട്ടിയാണ് കേട്ടോ. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കല്യാണത്തിന് മുൻപ് വണ്ണുണ്ടായിരുന്നില്ല. ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷവും ഞാൻ വണ്ണുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഇടക്കാലത്ത് നല്ല രീതിക്ക് തന്നെ വണ്ണം വെച്ചിട്ടുണ്ട്. എൻ്റെ ഏജിനെക്കാട്ടും കൂടുതലായിട്ടുള്ള വണ്ണമാണ് ഇപ്പം ഞാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡിയിലേക്കും ഫേസിലേക്കും ഒരേപോലെ അത് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് എൻ്റെ ഏജ് പറയുകയാണെങ്കിൽ എനിക്ക് 23 വയസ്സാണ്. പക്ഷെ എന്നെ കണ്ടു കഴിഞ്ഞാൽ 10, 26, 27 ഏജ്, അതായത് ഒരു 30-ന് താഴെ എന്തായാലും എന്നയുടെ ഏജ് തോന്നിക്കും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. നമ്മുടെ ഫുഡിൻ്റെ ഒന്നും കൺട്രോളില്ല. ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡൊക്കെ നല്ല രീതിക്ക് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നല്ല രീതിക്കുള്ള ഫാറ്റ് ബോഡിയിലുണ്ട്. അതിനോടൊപ്പം തന്നെ എൻ്റെ ഫേസിൽ നല്ല രീതിക്കുള്ള ഫാറ്റ് ഉണ്ട്. നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ എന്നാൽ കൂടിയും ഫേസിൽ ഞാൻ നല്ല രീതിക്ക് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും ബോറില്ലാതെ, അതായത് ഒരു ഭയങ്കര ഒന്നുകൂടി ഏജ് തോന്നിക്കാതെ ഡബിൾ ചിഹ്നം നല്ല രീതിക്ക് തൂങ്ങാതെ ഒക്കെ ഇരിക്കരുത്. ആ ഒരു എക്സസൈസ് ഡെയിലി ചെയ്യണത് കൊണ്ടാണ് കേട്ടോ. അതാണ് എൻ്റെ ലൈഫിൽ കുറച്ച് അനുഭവങ്ങളുണ്ടായി. അതുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ വണ്ണില്ലാത്തൊരു കുട്ടിയായിരുന്നു. എത്ര വണ്ണമാണെങ്കിലും വണ്ണം കുറഞ്ഞാലും ഇച്ചിരി ചപ്പിയായിട്ടുള്ളൊരു ഫേസാണ്. അതായത് ഈ രണ്ട് ഭാഗമൊക്കെ ഇച്ചിരി ഉണ്ടപ്പുള്ളൊരു ഫേസൊക്കെ തന്നെയാണ് എൻ്റെ. എന്നാലും ഭയങ്കര വണ്ണം കുറയുമ്പോൾ ശോഷിച്ച പോലെ ഇരിക്കില്ല കേട്ടോ. ഒരു തുടുപ്പൊക്കെ ഉണ്ടാവും. പക്ഷെ അത് വണ്ണം വെച്ചപ്പോൾ വല്ലാത്തൊരു തുടുപ്പായി പോയി. അതെനിക്ക് കുറയ്ക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യൂട്യൂബിലും പിന്നെ നമ്മുടെ അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങൾ ഞാനിപ്പോൾ ചെയ്യണത്. ഡെയിലി രാവിലെയും രാത്രിയും ഞാൻ ഈ ഒരു കാര്യം ചെയ്യണത് കൊണ്ടാണ് ഇപ്പോഴും വൃത്തിഹീനമല്ലാത്ത രീതിക്ക്, അതായത് ഒരാൾക്ക് എന്ന് പറയാനുള്ള രീതിക്ക് എന്താ പറയുക, അത്രയ്ക്ക് എത്താത്തത് ഞാൻ ഈ ഒരു കാര്യം ചെയ്യണത് കൊണ്ടല്ല. എല്ലാ ഗേൾസും നമ്മുടെ ഫേസ് ഭയങ്കര ബ്യൂട്ടി ആയിട്ടും ഭയങ്കര കെയർഫുള്ളായിട്ട് നോക്കുന്ന ഒരാളാണ്. എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഫേസിലേക്ക് എത്രയൊക്കെ ട്രീറ്റ്മെൻറ്റ് നൽകാൻ പറ്റുമോ അതൊക്കെ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ വണ്ണം വെച്ചിട്ട് ഫേസിൽ ഈ ഡബിൾ ചിഹ്നം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നു തുടങ്ങിയത്. ഇത് മാറ്റാൻ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മുടെ ഫേസിൽ ഏതെങ്കിലും ഒരു ഓയിലി മയം വേണം. ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ അലോവേര ജെൽ, ഏതെങ്കിലും മോയ്സ്ചറൈസിങ് ക്രീമോ എന്ത് വേണം നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ബബ്ലൂസിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ്. ഞാൻ അലോവേര ജെല്ലാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷേ അതിപ്പോൾ കഴിഞ്ഞു പോയി. ഞാനിതിന് മുൻപ് ഈ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ടൂൾ ഉപയോഗിച്ചിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. അത് ഉപയോഗിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തപ്പോൾ എനിക്കതിന് കോപ്പിറൈറ്റ് കിട്ടി. എന്താണെന്നറിയില്ല. അപ്പോൾ ഞാനത് വീഡിയോ പ്രൈവറ്റ് ആക്കിയിട്ടാണ്. എന്നിട്ടാണിപ്പോൾ ഇതാണിപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഞാൻ എടുക്കണത്. അപ്പോൾ ആ ഒരു ടൂള് നമ്മുടെ കൈ കൊണ്ട് ചെയ്താൽ നല്ലതാണ്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ കൈയാണ്, നമ്മുടെ ഈ 2 കൈയാണ് നമ്മുടെ ഫേസിൽ ഏറ്റവും യോജിച്ചിട്ടുള്ള ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കൈ കൊണ്ട് നമുക്ക് നമ്മുടെ ഫേസിലത്തെ മസാജ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഹെയറൊക്കെ ഒന്ന് കെട്ടി വെക്കട്ടെ. ഓക്കെ, മോയ്സ്ചറൈസിങ് ക്രീമോ അല്ലെങ്കിൽ അലോവേര ജെല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് നമ്മുടെ ഫേസിൽ യോജിച്ചത് എടുക്കാം. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം. കഴുത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ ചെയ്യുമ്പോൾ തന്നെ ഈ 2 കൈയും ഇങ്ങനെ പിടിച്ചിട്ട് അതായത് ഇങ്ങനെ ഈ ഒരു പൊസിഷനിലാണ് കേട്ടോ നിൽക്കേണ്ടത്. ടൂളും ഏകദേശം ഈ ഒരു വലിപ്പമുണ്ട്. ഞാനിപ്പോൾ കാണിക്കില്ല, കാരണം ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടിയാലെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ കാണിക്കില്ല. ഏകദേശം ഈ ഒരു വലിപ്പമുണ്ട്. ഇങ്ങനെ തന്നെയാണ് കേട്ടോ ആ ടൂളും
ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, അതെ. ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ഞാൻ ചെയ്യണത് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഇങ്ങനെ താഴ്ത്തിക്ക് ഇറങ്ങുക. അതായത് ഇത് ഇവിടത്തെ എല്ല് നല്ല രീതിക്ക്, അത് ബ്യൂട്ടിക്കോൺ എന്നൊക്കെ പറയും, അങ്ങനെ തന്നെയല്ലോ പറയാം. അതൊക്കെ നല്ല രീതിക്ക് ഒന്ന് എടുത്തറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റാവുന്ന ശക്തിയിൽ നമ്മൾ ചെയ്യാട്ടോ. ഒരുമിച്ച് 2 കൈ കൊണ്ട് ചെയ്യണമെങ്കിൽ അത്രയ്ക്കും യൂസ്ഫുൾ ആയിരിക്കും. ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യണത് ഈ 2. അപ്പോൾ ഫസ്റ്റത്തെ ഇങ്ങനെ, സെക്കൻഡ് ഇങ്ങനെ, തേർഡ് ഇങ്ങനെ. ഓക്കെ, നമ്മുടെ ഈ ഒരു ഭാഗത്തിത്തെ 3 സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് ഈ 2 ഭാഗത്തേക്കാണ് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ വിരലുകളുണ്ടല്ലോ, വിരലുകൾ 4 ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് അത് ആ വിരലുകൾ 4 ഇങ്ങനെ മാറ്റി കൊടുക്കാം. ഹോൾഡ് ചെയ്യണം. ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടൂൾസും ഏകദേശം ഇതേ സെയിം തന്നെയാണ്. പക്ഷേ ടൂൾസ് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് കൈ കടക്കില്ല എന്ന് മാത്രം. എന്തെങ്കിലും ഒരു സാധനം നമ്മുടെ കയ്യിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 20 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴേക്കും ഏകദേശം നമ്മുടെ കൈയൊക്കെ കഴിക്കുക. അതുകൊണ്ടാണ് ഞാൻ ആ ടൂൾ വാങ്ങിച്ചിട്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് കോപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ പ്രൈവറ്റ് ആക്കിയതിട്ടാ. ഓക്കെ, അടുത്ത് വന്നിട്ട് നമ്മുടെ ഈ 2 ഇങ്ങനെ കൈ ഇങ്ങനെ ഈ പൊസിഷനിൽ വെച്ചിട്ട് നമ്മുടെ ത്രെഡ് പിരി കണ്ടില്ല, മാക്സിമം എണ്ണ എടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ കൈ കൊണ്ട് തന്നെ നമ്മുടെ കണ്ണൊന്ന് ജസ്റ്റ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്ത് കൊടുക്കാം. പിന്നെ അത് നമ്മുടെ നെറ്റി, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കൂട്ടെ. എനിക്ക് കുറച്ചധികം നേരം ആക്കി കഴിഞ്ഞാൽ ഇവിടെ കഴുത്തുളുക്കും. ഇങ്ങനെയൊക്കെ എക്സസൈസ് ചെയ്യാം. പിന്നെ ഇതിനൊക്കെ പുറമെ നമ്മുടെ ഫുഡിൽ ഏറ്റവും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത് ഷുഗറും സ്നാക്സും ഓയിലൊക്കെയാണ് കേട്ടോ. അതിൽ ഏറ്റവും അവോയ്ഡ് ചെയ്യേണ്ടത് ഷുഗറാണ് കേട്ടോ. ഷുഗർ കട്ട് ചെയ്താൽ തന്നെ നമ്മുടെ പകുതി കുറഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനാണെങ്കിൽ നല്ലൊരു ഷുഗർ, അതായത് ചോറിൻ്റെ കൂടെ വരെ സോസ് എടുക്കാൻ പറ്റി ഞാൻ അങ്ങനെ കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഷുഗർ. എനിക്ക് ഈ പഞ്ചസാര അല്ലെങ്കിൽ മധുരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മധുരം കഴിച്ചാണ് ഞാൻ ഈ ഒരു അവസ്ഥയിൽ എത്തിയത്. ഇപ്പോൾ ഞാനത് കൺട്രോൾ ചെയ്ത് വരുമ്പോൾ എനിക്ക് തന്നെ ഒരു എക്സസൈസും വേണ്ട, വേറെ ഒരു ഫുഡ് കൺട്രോളിങ് വേണ്ട, മധുരം കുറച്ചിട്ട് തന്നെ എൻ്റെ ഇവിടുത്തെ ബെല്ലി ഫാറ്റും ദെൻ ബോഡിയിലത്തെ ഫാറ്റൊക്കെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഷുഗർ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും നല്ലത് നമ്മുടെ ലൈഫിൽ. ഒരു മാസമൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്കുക, നല്ല റിസൾട്ടാണ് ഷുഗർ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതാണ് എൻ്റെ എനിക്കറിയാവുന്ന കുഞ്ഞു എക്സസൈസ്. ഞാൻ ഇങ്ങനെയാണ് ഡെയിലി ചെയ്യണത്. ഇതൊക്കെ ഞാൻ 2 നേരം ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ എൻ്റെ ബോഡി നല്ല രീതിക്ക് വൃത്തിക്ക് നിൽക്കണത്. ഐ മീൻ ഒരു എന്താ പറയുക, വൃത്തിക്കെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഓവർ ആവാണ്ട് ഏജിനനുസരിച്ചിട്ടുള്ളൊരു എന്താ പറയുക ഒരു കുട്ടിത്തത്തിലൊക്കെ നിൽക്കുന്നത് ഇങ്ങനെ ഈ ഒരു മസാജിങ് 2 നേരം ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തത്. ഓക്കെ, നമ്മുടെ വീഡിയോ നമുക്ക് ഇവിടെ നിർത്താം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഇനി കൂടുതൽ വീഡിയോസ് ഏതൊക്കെ വേണം, ഞാൻ എന്തൊക്കെ വീഡിയോസ് ചെയ്യണം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റാണ് എനിക്ക് പ്രചോദനം. നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാണ്ട് വീഡിയോസൊക്കെ കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ നിർത്താം. ബൈ, സീ യു.